ഇടയ്ക്കിടയ്ക്ക് വയ്യായ വരിക. എന്ത് ചെയ്യും? പക്ഷെ ഈ ചങ്ങായി ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. എനിക്ക് ഈ ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാഷിംഗ് മെഷീനാണ്. എന്താ വെച്ചാൽ എനിക്ക് തിരുമ്പാൻ കുറച്ച് മടിയാണ്. പിന്നെന്താ വെച്ചാൽ എനിക്ക് അധികം തിരുമ്പാൻ പറ്റൂല. തിരുമ്പി കഴിഞ്ഞ് കാലുമ്പോൾ സോപ്പിന്റെ ഭാഗ്യമായിട്ട് നിറയെ ഓട്ടപ്പെടും. പിന്നെ ഒത്തിരി സമയം വേണം. എത്രയും തിരുമ്പാണ്ടാവുക വെച്ചൊക്കെ അറിയില്ല. ഇടാനും എടുക്കാനും ഉള്ള ഡ്രസ്സിനേക്കാളും 10 മടങ്ങ് ഇരട്ടി തിരുമ്പാണ്ടാവും. അതെന്താന്ന് എനിക്ക് അറിയൂല കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ വീണ്ടും പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കല്ലിൽ തന്നെ അലക്കി തിരുമ്പി വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇതാ തലമുടിയിൽ എൻ്റെ സ്പെഷ്യൽ എണ്ണ തേക്കാണ്. അതായത് എനിക്ക് സ്പെഷ്യൽ എണ്ണ ഇല്ല, ഞാൻ ഹെയർ സിറം മാത്രമേ ഉപയോഗിക്കുള്ളൂ. എനിക്ക് എണ്ണ അലർജിയാണ്. പക്ഷേ മാസത്തിൽ ഒരു 1-2 വട്ടമൊക്കെ ഒരു ഓയിൽ മസാജ് കുളിയുണ്ട്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ നമ്മുടെ സെറമൊക്കെ തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ടിഫിൻ കഴിക്കുകയാണ്. ചട്നി ഇഡ്ഡലി ഉണ്ട്, പക്ഷെ ചിലപ്പോൾ പാലൊഴിച്ച ചായയും കട്ടൻ ചായയൊക്കെ ഇഡ്ഡലിയിലൊഴിച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ വിതറി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഞാൻ എങ്ങനെയാണ് കഴിച്ചത് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും കഴിക്കാറുണ്ടോ? എന്നെ മാതിരി ആരെങ്കിലും ഉണ്ടോന്ന് ജസ്റ്റ് അറിയണമല്ലോ. അതങ്ങനെ വാരി പോക്കി തിന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ കുമ്പയെല്ലാം നിറഞ്ഞു. ഇനിയാണ് അടുക്കള പണിയിലേക്ക് കിടക്കണം. ഇന്ന് എണീറ്റമ്പാട് എനിക്ക് കുളിച്ചൊന്നും കയറാൻ പറ്റിയില്ല, കാരണം ആ ഒരു കുണ്ടമ്പറ തിരുമ്പാണ്ടായിരുന്നു. അതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇന്നൊരു പറ കയപ്പയ്ക്കാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോണത്. അപ്പൊ വലിയ കയപ്പായിരുന്നു. പേട്ടൻ കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വലുതാക്കി നുറുക്കിയിട്ട് ഇത് വെച്ച് ഉപ്പേരി ആക്കിയാലാണ് ഓർക്ക് ഇഷ്ടം. കുഞ്ഞിതാക്കി നോക്കി ഉപ്പേരി ആക്കുമ്പോൾ അവർക്ക് വലിയ പിടുത്തല്ല. അപ്പൊ ഞാന് കൊണ്ടാട്ടത്തിന് വലിയ ഇതും പിന്നെ അതിന്റെ ഇടയിൽ ഇതിനേക്കാളും കുറച്ച് കുഞ്ഞിതും പൊട്ടിയതും നുറുങ്ങിയതൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഉപ്പേരിക്ക് മാറ്റി വെച്ചു. കൊണ്ടാട്ടത്തിനുള്ളത് കുറച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന്റെ മുന്നേ ഉപ്പേരിയുടെ അടുപ്പത്തേക്ക് വെച്ചു. അപ്പൊ ഉപ്പേരിയിൽ ഉള്ളി ഇട്ട് വഴറ്റി അങ്ങനെയൊന്നും ആക്കിയ ഏട്ടന് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പണ്ടൊക്കെ വെക്കൂലേ സിമ്പിളായിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച്, അങ്ങനെ ഇഷ്ടം. വെള്ളം ഒഴിച്ച് കയപ്പ് കൂടുതലാവുന്ന ഓർത്ത് ഞാൻ കഴുകി ഊറ്റിയ വെള്ളം മാത്രമേ വേവിക്കാൻ എടുക്കുള്ളൂ. സദാ പോലെ കടുക് പൊട്ടിച്ച് പച്ചമുളക് കീറിയിട്ട് നുറുക്കിയിട്ട് നമ്മുടെ കയപ്പ വെള്ളത്തിൽ നിന്ന് അങ്ങനെ വാരിയിട്ടിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ചെറു തീയിലെങ്ങനെ അടച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കുക. അങ്ങനെയാണെങ്കിൽ ഉപ്പേരി വേവിക്കുക. അങ്ങനെ കുറെ നേരം ഇരുന്ന് വെന്ത് കഴിഞ്ഞാൽ ഉപ്പേരി നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ കെട്ടിയോൻ പറയാറ് കേട്ടോ. അപ്പൊ ഞാനിതാ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൊണ്ടാട്ടത്തിനുള്ള കയപ്പ ജസ്റ്റ് അതിലൊന്ന് ഇട്ടേക്കാം. തോന നേരം ഇട്ടേക്കാൻ പാടില്ല, ഒരുപാടങ്ങ് വേവരുതല്ലോ. അപ്പൊ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഈ കയപ്പ ഒന്ന് ഇട്ടിട്ട് കുറച്ച് തോന ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിൽ. അപ്പൊ ഉപ്പും ഒരു മഞ്ഞ കളറും ഒക്കെ ഒന്ന് ജസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത്തിരി നേരം വെച്ചു. ഒരുപാട് വേവാതെ തന്നെ ഞാനത് ഊറ്റി മാറ്റിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പുപൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് പെരയ്ക്കും. അതിൻ്റെ ആവശ്യമില്ല, ഉപ്പിന്റെ ടേസ്റ്റ് മാത്രമാണ് കൊണ്ടാട്ടത്തേക്ക് ഇഷ്ടമല്ല വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഉപ്പ് വെള്ളത്തിൽ ഇട്ട ആ ഒരു ഉപ്പിന്റെ ഒരു ടേസ്റ്റ് മതി. അങ്ങനെ നമുക്ക് കൊണ്ടാട്ടാക്കാം. ചോളം ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അത് വേഗം ആവിപാത്രത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ ഇനി ഇതിലോട്ട് ഒരു 2 പിഞ്ച് മുളക് പൊടി ഇട്ടു. പിന്നെ എനിക്ക് നമ്മൾ ആ വെള്ളത്തിൽ ഒരുപാട് നേരം കയപ്പിട്ട് വെക്കാത്തതുകൊണ്ട് ഉപ്പ് ഇത്രയേ പിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പുപൊടി വെതറി. പിന്നെ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി നമ്മളെ കയപ്പ പൊട്ടരുതല്ലോ, എങ്ങനെയൊക്കെയോ ആക്കിയിട്ട് ഇനി നമുക്ക് ആ ഇഡ്ഡലി തട്ടിലും കൂടെ ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒരു ആവി കൊള്ളിക്കാം കേട്ടോ. കുറച്ചു നേരം ചൂടുവെള്ളത്തിലിട്ടു. അതേപോലെ ഒരു കുറച്ചു നേരം നമുക്ക് ആവിയും കൂടെ കൊള്ളിച്ച ആ ഒരു വേവ് മതി നമുക്ക് ഈ ഒരു കയപ്പ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ കയപ്പ വിഭവങ്ങളോടൊന്നും എൻ്റെ കുട്ടികൾക്ക് യാതൊരു താല്പര്യമില്ല, പക്ഷെ ഏട്ടനും കയപ്പ ഇഷ്ടമാണ്. അപ്പോൾ കയപ്പ ഐറ്റംസ് ഒക്കെ ഇമ്മക്ക് വേണ്ടിയിട്ടും ഉണ്ണിയൊക്കെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറയാൻ ഒന്നുമില്ല. വെണ്ടയ്ക്കയും കൊണ്ട് നമ്മൾ മീൻകറി പോലെയാണ് ഇന്നാക്കുന്നത്. അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചൂസിന് പിന്നെ ഒന്നും ഇഷ്ടമല്ല. മീൻ, ഇറച്ചി, കോഴിമുട്ട അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമാണല്ലോ ഇഷ്ടം. അപ്പോൾ വലിയ കയപ്പം നമ്മൾ ഇതുപോലെയാണ് ആവി കയറ്റുന്നത് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ തന്നെ നൂൽപ്പെട്ടിന്റെ അച്ചുണ്ടാവൂലേ, അത് വെച്ചിട്ട് അതിലങ്ങനെ പരത്തി വെച്ചു. കുറേ നേരം വെക്കാൻ പാടില്ല, കുറച്ച് നേരം കേട്ടോ. ഈ ഒരു മഴക്കാലത്തൊക്കെ കൊണ്ടാട്ടം നല്ലോണം ഉണങ്ങാൻ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ടെടുക്കുക, അതുപോലെ ആവി ഒന്ന് കയറ്റുക, എന്നിട്ട് ഉണക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കൊണ്ടാട്ടം പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. ഇന്ന് നമ്മൾ വെണ്ടയ്ക്കൊണ്ട് മീൻകറി പോലെ ആക്കണെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് ആക്കുന്നത്. പുളി പിഴിഞ്ഞതിലേക്ക് ഒരു തക്കാളി 2 പച്ചമുളകും കീറിയിട്ടു. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ഈ ഒരു തക്കാളിപ്പുളി വെള്ളം 2-3 വിസിൽ വെക്കാം. നല്ലോണം ഒന്ന് വേവട്ടെ. തക്കാളിയും പച്ചമുളകും ഒക്കെ ആ ഒരു പുളി കിടന്ന് കുറുകിയിട്ട് ഇടയില് പുറത്തേക്ക് നോക്കിയപ്പോ കുഴപ്പമില്ലാത്തൊരു വെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു പെട്ടെന്ന് നമ്മളുടെ ആ കയപ്പൊക്കെ എടുത്ത് മേലെപ്പാത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വലിഞ്ഞു കിട്ടൂലോ. ഒന്നട് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാൻ്റെ ചോട്ടിലിട്ടാലും വല്ലാണ്ട് പേടിക്കണ്ട. പറ്റ നനവിലാണെങ്കിലേ പറ്റ മഴയത്താണെങ്കിൽ കൊണ്ടാട്ടം അങ്ങോട്ട് മെനയായി കിട്ടൂലല്ലോ. എനിക്ക് കയപ്പ കൊണ്ടാട്ടത്തെക്കാൾ ഇഷ്ടമാണ് കയപ്പ അച്ചാർ സൂപ്പറാണ് കേട്ടോ. ഞാൻ 1-2 വട്ടം കഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊരിക്കൽ കയപ്പയ്ക്ക് അച്ചാർ ഉണ്ടാക്കാം. ചായക്കും ചോറിനും ബാധിക്കും.
കായപ്പയ്ക്ക കൊണ്ടാട്ടം എന്റെ കെട്ടിയത് നല്ല ഇഷ്ടമാണ്. എന്റെ കെട്ടിയോൻ തന്നെ നിങ്ങള് തിന്നണ്ട. നിങ്ങള് കുറച്ച് ഇറച്ചി മീനും ടർത്തുമ്മ ഇട്ടിട്ട് ഉണക്കിയിട്ട് ഇറച്ചിയും മീനും കുറച്ച് ഉപ്പുമുളകൊക്കെ തേച്ച് ഇതുപോലെ ഉണക്കി വറുത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓല് തിന്നുണ്ടാവും. ആ കൊണ്ടാട്ടം എത്ര കാലം വേണേലും ഓല് തിന്നും. ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പൊ ആദ്യം 1-2 കടിച്ചാലും അച്ചൂസ് തൊടൂല. ഇപ്പൊ ഇതൊരു പ്ലേറ്റ് നിറച്ചൂലേ, ഇത് ഉണങ്ങി കൊണ്ടാട്ടാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ വറവിന് തികയോന്ന് തന്നെ ആവും, അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ വണ്ടി താത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പുളിയൊക്കെ ഏകദേശം വെന്ത് കൂക്കുന്ന ശബ്ദം മേലെ പാത്തിക്ക് കേട്ടിരുന്നു. അതിലേക്കുള്ള മീൻ നമ്മൾ റെഡിയാക്കിയിട്ടില്ല, അതായത് നമ്മളെ വെണ്ട മീൻ. അപ്പൊ ഞാനിതാ ഒരു പിടി വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുഞ്ഞു വെണ്ടയാണ്, അത്ര മൂത്തിട്ടൊന്നുമില്ല. പിന്നെ ഈ വെണ്ടയ്ക്ക് നമുക്ക് വേണേ നീളത്തിലരിയാ, മീൻ പോലെ കടന്നോളൂ എന്നാ. പക്ഷെ നമ്മൾ കുഞ്ഞിതാക്കിയിട്ടാ നുറുക്കുക എപ്പോഴും വെണ്ടയ്ക്ക പുളി വെക്കുമ്പോഴത്തേക്കും. അപ്പൊ ആ പുളിയുടെ ഉള്ളിൽ കൂടെ ആ വെണ്ടയ്ക്കയും കൂടെ വാരി വലിച്ച് തിന്നാലോ. ഒരൊറ്റടിക്ക് നമ്മൾ ചടപടയനെ വെണ്ടയ്ക്കെല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പുളി വേവിച്ച് വെച്ചില്ലേ, ആ പുളിയെല്ലാം അയക്കിങ്ങി വെണ്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക പുളി റെഡി. അതേപോലെ തന്നെ നമ്മൾ പുളിയെല്ലാം ആക്കിയിട്ട് അതിക്ക് കയ്പ്പയ്ക്ക നുറുക്കിയിട്ടാലും ഇതുപോലെ നമുക്ക് കയ്പ്പയ്ക്ക പുളി വെക്കാം കേട്ടോ. ഈ ഒരു മീൻ കൂട്ടാൻ രീതിയിൽ കയ്പ്പയ്ക്ക ജസ്റ്റ് ഒന്ന് വഴറ്റണം, അല്ലെങ്കിൽ കയ്പ്പ് മുന്നിക്ക് കൊള്ളും. അപ്പൊ ഞാനിങ്ങനെ കയ്പ്പോണ്ടും ഇതേ രീതിയിൽ കറി ഉണ്ടാക്കലുണ്ട്. അപ്പൊ അങ്ങനെയും വേണേ ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. 2 തള തിളച്ച് കഴിഞ്ഞാൽ വെണ്ട ആട് വെന്തോളും. ഇതിലേക്ക് തേങ്ങാരപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജീരകവും പിന്നെ ഒരു വലിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം അരച്ചെടുക്കുക. കയ്പ്പയും കൊണ്ട് കൂട്ടാൻ വെക്കുമ്പോഴും ഇതേപോലെ തന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ. കയ്പ ഒന്ന് വാട്ടുക, അതാണ് ഇപ്പൊ ഇതിൽ നിന്നൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഇനി ഈ വെണ്ടയൊക്കെ വെന്ത ഈ ഒരു എന്താ പറയാ പുളിവെള്ളത്തിലോട്ട് നമുക്ക് തേങ്ങാരപ്പ് പറഞ്ഞു കൊടുക്കാം. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒന്ന് തിളച്ചിട്ട് കഴിഞ്ഞ് ഉള്ളിയും വറുത്തിട്ട് കഴിഞ്ഞാൽ കറിയുടെ പരിപാടികളെല്ലാം തീർന്നു. ഉണ്ടോ, ശരിക്കും ഉണ്ടാ നല്ല തേങ്ങ അരച്ച മീൻകറി പോലല്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെ ഇതിനുണ്ടാവുക കേട്ടോ. ഉലുവയും അതുപോലെ വേണേ പെരിഞ്ജീരകമൊക്കെ വറുത്തിട്ടാൽ മതി. പെരിഞ്ജീരകം അരച്ചാലും നല്ലൊരു മണം ഉണ്ടാവും. ഞാനിവിടെ സാധാ ജീരകമാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. അധികവും കറിയിൽ പെരിഞ്ജീരകം അരക്കില്ല, ചിലപ്പോൾ മാത്രം അരയ്ക്കും. ചിലപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിനൊക്കെ നമുക്കൊരു പുതിയല്ലേ. അപ്പൊ നമ്മളിത് ഉള്ളിയെല്ലാം വറുത്തു, അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കളറിനും. പിന്നെ എരിവും ഒരു പൊടിക്ക് കമ്മിയായിട്ട് തോന്നി എനിക്ക്. എരിവും ഒന്ന് കൂടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒഴിച്ചിട്ട് ഇത്തിരി ചോറ് അങ്ങോട്ട് കഴിക്കാം. കൊണ്ടാട്ടത്തിക്ക് എടുത്ത കയ്പയുടെ കുരുവോളില്ലേ, അത് മൊത്തം ഞാൻ ഉപ്പേരിയിലിട്ടായിരുന്നു. രമേശേട്ടന് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉപ്പേരിയിൽ കൈയിട്ട് കുരുകൾ മൊത്തം പെറുക്കി ഇന്റെ ഉപ്പേരിക്ക് ഇട്ടു. ഓൽക്ക് കയ്പ മാത്രം ആക്കി വെച്ചിട്ടുണ്ട്. ഓൽക്കാവുമ്പോൾ പിന്നെ ഞാൻ കൈയിട്ട് ഒന്നും പ്രശ്നമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ നല്ല തോനെ കയ്പക്കുരുള്ള കയ്പ ഉപ്പേരിയും പിന്നെ വെണ്ടയ്ക്ക മീൻ കൂട്ടാനും കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്നത്. എപ്പോഴത്തെയും പോലെ ഒരു കുഞ്ഞു കഷ്ണം ഉള്ളിയോ 2 പച്ചമുളകൊക്കെ കടിക്കാൻ കിട്ടിയാൽ എനിക്ക് നല്ല സന്തോഷമാണ്. ഇല്ലേ ഒരു അച്ചാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. അതെല്ലാം എടുത്തിട്ട് ഞാൻ മേലെപ്പാത്തേക്ക് പോയിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ കൊണ്ടാട്ടം ഇങ്ങനെ ഏകദേശം വലിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ ചാറിക്കഴിഞ്ഞാൽ പണി കിട്ടും, എനിക്ക് അങ്ങോട്ട് വണ്ടി കയറാൻ വയ്ക്കൂല. അപ്പം അങ്ങനെ മേലെപ്പാത്തിരുന്ന് ഇന്നത്തെ ഊണാട് കഴിച്ചു. ഇനി ഇത് കൊണ്ടാട്ടമായാൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.